കറി ഉണ്ടാക്കി വെച്ച മീനോ മറ്റേ ഐക്കോറൊന്നല്ല കേട്ടോ, നല്ല ഉഷാറ് പാമ്പാണ്. അതൊന്ന് പറയും വായ തൊള്ള കിട്ടാത്ത പ്രിന്റ് പറയണം, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, അപ്പം നമ്മൾ കുട്ടീൻ്റെ ചോറൂണ് കഴിഞ്ഞ് നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ പാർക്കിലും കറങ്ങാൻ പോവാം, ഉഷാറാക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട്, ഗംഭീരാക്കാം. ഇതാണ് നമ്മളെ പഞ്ചവർണ്ണ തത്ത. നമ്മൾ രസമാണ്. നമ്മൾ സാധാ തത്ത അല്ല കേട്ടോ, പഞ്ചവർണ്ണ തത്തയാണ്. ഈ സാധാ തത്തയെന്ന് ആരും വിചാരിക്കണ്ട. റിയ തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് റിയ. കരിങ്കൊക്ക് അല്ലെങ്കിൽ കന്യാസ്ത്രീ കൊക്ക് ദക്ഷിണേഷ്യയിലെ ആഫ്രിക്കയിലും വെള്ളത്തിൽ വുമൻ പറയുമ്പോളെ ബ്രൗൺ ഫിഷ് ഓയിൽ നല്ല രസമായിട്ടത് കാണാൻ, വുമനെ കാണാൻ ഗംഭീരമായിട്ടുണ്ട്. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ പെൺപക്ഷികളെ അപേക്ഷിച്ച് ആൺപക്ഷികൾക്ക് വലിപ്പം കുറവായിരിക്കും. ഒരു 25 വർഷം മുതൽ 28 ദിവസം വരെ മുട്ട വിരിയുന്നത്, 15 വർഷം വരെ ആയുസുണ്ട്. ഇവിടെ ഒരുപാട് മറ്റേ ചെടികളുണ്ട്, ഒരുപാട് പേരിൽ ഒരുപാട് ഔഷധ സസ്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാടാണ് ഇവിടെ. മുള്ളാത്ത, തന്തപ്പാല, രാമച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതുണ്ട്. അപ്പം പക്ഷികൾ മാത്രമല്ല, ഇതല്ലേ മണിമരുത് പറഞ്ഞൊരു ചെടിയാണ്, ഒരു മരമാണ്. കുട്ടികൾ വലുതായിട്ട് പോകുന്നു. ഇത് തമിഴ്നാട്ടിലൊരു സ്കൂളിൽ നിന്നാണ് വരുന്നത്. കുറുക്കൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ കുറുക്കൻ്റെ ഷേപ്പിലുള്ള ചങ്ങനായി. പന്നിമാൻ കാലമാൻ ഇവിടുന്ന് അവിടെ ഉണ്ട്. ഇപ്പം പൊട്ടാമസും പിന്നെ പുലി, കടുവ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പൊട്ടാമസ് അത്യാവശ്യം രസമുണ്ടല്ലേ ഇതിനെ കാണാൻ, നല്ല വിശ്രമത്തിലാണ്. കടുവ, ഒന്നൊന്നര കടുവ, പൊളി പൊളി പൊളി. ഇവിടെ ഇപ്പോഴാണിത് മൃഗശാല ആയതിട്ടാ. അടിപൊളിട്ടാ, അടിപൊളി, സൂപ്പർ സൂപ്പർ. സിംഹമാണ്, സിംഹം. കാട്ടിലെ രാജാവേ, ഒന്നിങ്ങോട്ട് നോക്ക്. കാട്ടിലെ രാജാവേ, പൊളി പൊളി പൊളി. കടുവ കുളിക്കുന്നു, അരുവിയിൽ കുളിക്കുന്നു. കടുവ കുളിക്കുന്ന സീനാണ്. നീക്കടാ കടുവേ. കുരങ്ങന്മാർ ഇതിൻ്റെ അവിടെ കുറേ വ്യത്യാസമുണ്ട് കേട്ടോ. കോഴി, സ്വർണ്ണക്കോഴി, അടിപൊളി ഇതാണ് സ്വർണ്ണക്കോഴി. പിന്നെ അടുത്തത് ഇതാണ് ഇത് രണ്ട് വേറെ ഐറ്റം. അതൊന്ന് പറയും വായ തൊള്ള കിട്ടാത്ത പ്രിന്റ് പറയണം, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, ഇപ്പോഴൊക്കെയാണ് ഇത് മൃഗശാലയായി മാറിയത്. ഇനി അടുത്ത സാധനം ഇതെന്താ
അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് പറഞ്ഞുതരാം. ലേഡി ആംഹേസ് സോഫിസ്റ്റി ചുക്കർ മുതലാണ് മുതല. ഒരു മീനൊക്കെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് പോവാം. അതൊന്ന് മുതല അനങ്ങാതെ നിൽക്കണം മുതല. ഇതാണ് അനങ്ങാതെ നിൽക്കണം മുതല കേട്ടോ. അയ്യോ മോനെ അയ്യോ ആരോടാണ്. നമ്മളവിടേക്ക് തൃശ്ശൂരിൽ വന്ന് ഇവിടെ എന്താ പറയാ പാർക്ക് വന്ന് എങ്ങനത്തെ പാർക്ക് കണ്ട് കൊള്ളാം, കുഴപ്പമില്ല. കടുവ കണ്ട് പുലി. നമ്മന്മാരെ നമ്മളെ മയിലിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മളെ ചങ്ങായിമാരാണ് അല്ലേ ഇല്ലടി, നമ്മളെ ചങ്ങായിമാരാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മയിലിൻ്റെ അല്ല താറാവിൻ്റെ കുട്ടികൾ ഇവിടെ ഉണ്ട്, കാട്ടുതാറാവിൻ്റെ കുട്ടികളുണ്ട്. അപ്പോൾ അതിനായിട്ട് മയിലിൻ്റെ കുട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവള് ഫോട്ടോ ഒക്കെ എടുത്ത് പോയി. അങ്ങനെ അയ്യോ ചല്ലടിക്കില്ല മോളെ. അതെന്തായാലും വെള്ളക്കൊക്ക് താറാവിൻ്റെ കാട്ടുതാറാവുണ്ട്. കാട്ടുതാറാവിൻ്റെ വലിയത് കുളിസീൻ. കാട്ടുതാറാവിൻ്റെ കുളിസീനാണ്. കണ്ടോ ഗൈസ്, വീഡിയോ എടുക്കാൻ വേണ്ടി ചീത്തറയാണ്. അപ്പോൾ കടുവ പുലി നിങ്ങളെ സിംഹത്തിനൊക്കെ കണ്ട് മുതലേനെ കണ്ട്. ഇനി അടുത്ത് നമുക്ക് കാണാനുള്ള പാമ്പാണ്. ഈ പാമ്പിന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ അത്ര അല്ലേ എല്ലാവർക്കും പേടി ഒരു ഭയപ്പാടാണ്. ഇപ്പൊ പോയി കണ്ടോക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാമ്പിനെ. ഇപ്പൊ ചെന്ന അമ്മ അവിടെ ഓടിവാ ഓടിക്കോ ഓടിക്കോ. പാമ്പാണ്, പെരുമ്പാമ്പ്. ഭൂമി തരാം നോക്കി ആരോ പമ്മി നിൽക്കുന്നു. ഇതെന്താ സംഭവം? ഇതാണ് മൂർഖൻ. നമ്മൾ അല്ലേ സാധാരണ കാണുന്ന മൂർഖൻ. മെല്ലെ നോക്കുക. മൂർഖൻ ഇത് വേറെ ഐറ്റംസാണ്. ഇതെന്താണ്? ഇതും മൂർഖൻ. ഇങ്ങനെ നച്ചി അതാണ് നച്ച കൊറ്റപ്പൊറ്റ പാട്ടം കൊണ്ട് പാപ്പാ. വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് വെള്ളം കുടിക്കാനുള്ള സംഭവം ഉണ്ട്, ഭക്ഷണം കുടിക്കാൻ. അപ്പോ പൊളി 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 പൊളി. അന്ന ഇവിടെ കണ്ടിട്ടാണ് വരുന്നത് തോന്നുന്നുണ്ട്. ഞമ്മക്കൊന്ന് നല്ലൊരു ഇത് വെച്ചോണ്ടല്ലേ ഒന്ന് പത്തി വിടർത്തിക്കൊണ്ടാ എടുത്തേക്ക് പോര് മോനെ പോര് പാപ്പാ ഇന്റെ മോനെ. എന്ത് തോന്നുന്നു വൈഫിന്? എന്ത് തോന്നുന്നു പറയ്. ഇപ്പോൾ പത്തി വിടർത്തിന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് നീർക്കോലി നല്ലത് അല്ല, ഇത് മൂർഖാണ്. എന്റെ ഈ ചട്ടിയിൽ കിടക്കണ്ട. ഈ ചട്ടിയിൽ കിടക്കുന്നത് നമ്മളെ മീനോ അല്ലെങ്കിൽ കറി ഉണ്ടാക്കിയ വെച്ച മീനോ മറ്റേ അയക്കോറൊന്നല്ല കേട്ടോ. നല്ല ഉഷാറ് പാമ്പാണ്. കണ്ടോടി കണ്ടല്ലേ ഇതല്ലേ പത്തിരുപതില് ഞാൻ വെറുതെ പറഞ്ഞോട്ടോ. പത്തി കൊടുത്തിട്ട് ഞാൻ എന്താണ് കണ്ട. ഇതാണ് എന്ത് മൂർഖനെ കണ്ടിട്ട് കണ്ടല്ലോ. ചട്ടി ചുറ്റി കിടക്കുന്ന, ചട്ടിയെ കൊത്തിപ്പിടിച്ച് കിടക്കുന്ന മൂർഖൻ. നല്ല പാമ്പ്. ഞാൻ ഇവിടെ ഉണ്ടാവും, നീ നിന്ന് നോക്കൂ. എന്റെ അമ്മ ഇതാ മൂർഖല്ലേ. നിങ്ങൾ ഉണ്ടെങ്കിൽ തോന്നുന്നത് ഈ കുഴപ്പമില്ല. നമ്മളെ യൂട്യൂബ് ചാനലാണ്. ഇവർ പേടിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് അറിയാം. അല്ല ഇവര് ഇണങ്ങുമോ?
ഇണങ്ങില്ല. പക്ഷെ നമ്മള് പൂച്ചകള് വീട്ടിൽ വല്ല പറ്റുകളുണ്ടോ? പൂച്ചൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഇല്ല. പശു അങ്ങനെ ഐറ്റംസ് ഉണ്ട്. ഇരുതെല്ലാം മൂരി റെഡ് സാൻഡ് ഗോവ, വിഷമില്ലാത്ത ഒരു ഐറ്റം കേട്ടോ. അത് വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് പോയി കളിക്കാൻ നിൽക്കണ്ട, നല്ല പണി കിട്ടും. മണ്ണൂലി ദ സാൻഡ് ഗോവ, വിഷമില്ലാത്തതിനാണ് വേറെ ഐറ്റംസ് കേട്ടോ. മണ്ണൂലി വിഷമില്ലാത്ത അണലി വർഗം ആണ് ഇത്. മണ്ണൂലി ഇപ്പം പറഞ്ഞ വിഷമില്ലാത്ത അണലി വർഗം. ഉടുമ്പ് ആ സാധനത്തിന് കുറച്ച് പണിയാവും. പറയാൻ കരിങ്കലായിട്ട കല്ലും ഉടുമ്പ് ഏകദേശം ഒരേപോലെ അല്ലേ. ഈ കമ്പി ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാൻ കഴിയുള്ളൂ കേട്ടോ.